ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നരക്കാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാസഞ്ചേഴ്സ് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ കൊണ്ടുവന്നതാണ്. ഇഡ്ഡലി, സാമ്പാർ, ചട്നി. അപ്പോൾ അവരെല്ലാവരും ആ ചേട്ടനെ എൻ്റെ ഷോട്ട് കണ്ടിട്ട് മതിയില്ല പറഞ്ഞത്. അവിടെ അവരൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുക ഓരോരുത്തർ ഓരോ സ്ഥലത്തായിട്ട്. ഇവിടെയൊക്കെ അവിടെ കയറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് ബസ് ഒരു സൈഡിൽ ഒതുക്കി ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് വിശേഷങ്ങൾ ചാവടി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെറുത്തോണ്ടി ഇതാക്കിയിട്ട് അവിടെ എത്തി. അവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്ത് ഞങ്ങൾ കാണാനൊന്നും പോയി കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് കാണാനൊക്കെ പോയി വന്നു. അവർക്ക് വണ്ടി ഇറങ്ങി എല്ലാവരും ഭക്ഷണം കഴിക്കാനെല്ലാം തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൻ്റെ അവരെ കൂടെ കൂടാൻ പോകണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ടീമുകളൊക്കെ ഭക്ഷണം കഴിക്കാം. എല്ലാവരും ഹായ് കഴിച്ചാൽ എന്താ ബിരിയാണി അല്ലേ? ബിരിയാണി അല്ലേ? ആ അവർ പൊട്ടിക്കണുള്ളൂ. കുറഞ്ഞ പാത്രങ്ങളൊക്കെ പൊട്ടിക്കണുള്ളൂ. അപ്പോൾ ഒരു ഒതുങ്ങിയൊരു സ്ഥലത്ത് വണ്ടി ഒതുക്കി നിർത്തിക്കുക ചെറിയ സ്പേസിൽ. കണ്ട് കഴിഞ്ഞിറങ്ങി വരുമ്പോഴത്തെ വ്യൂ ആണ് കേട്ടോ. നമ്മുടെ കൂടെ വന്നവർക്ക് ഡാൻസ് കളിക്കുന്നോട്ട് പുറത്തുനിന്ന് ഇങ്ങനെ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഒരു ട്രെക്കിംഗ് ആണ് ഇവിടുത്തെ മെയിൻ. ആ കുന്നിൻ്റെ മുകളിൽ 2 പ്രതിമ ഇരിക്കുന്നുണ്ടല്ലേ, അവിടെ വരെ ട്രെക്കിങ്ങിന് പോവാം. അപ്പോൾ ഞാനും മോനൊന്നും പോയില്ല, പിന്നെ കുറച്ച് ആൾക്കാരൊന്നും പോയില്ല. അപ്പോൾ നമ്മളിവിടെ എടുത്തത് ഒരു കോട്ടേജ് പോലെ റൂമാണ്, അതന്നെ രാമക്കൽമേട് ഹോം സ്റ്റേ. അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. നമുക്ക് രാത്രിക്കുള്ള ഫുഡിനുള്ള പരിപാടിക്ക് ഒരു ചേട്ടൻ ഇരുന്നിട്ട് സവോള അരിയണു, ഒരാൾ വെളുത്തുള്ളി അരിയണു, 2 ആള്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നിട്ടാ ചേട്ടാ? ഇന്നത്തെ സ്പെഷ്യല് ചോറും കറിയാണ് വേണ്ടത്. ആ അപ്പോൾ നമുക്ക് ബീഫ് വെക്കുമ്പോഴേക്കും എങ്ങനെയാ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാട്ടാ. രാമക്കൽമേളിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി ഉണ്ട് കേട്ടോ. അതിനായിട്ട് ഇവിടെ ആൾക്കാർ ജീപ്പ് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജീപ്പിലാണ് ഇതിന് കൊണ്ടുപോവുക. പിന്നെ ഉള്ളത് ശ്രീരാമസ്വാമിയുടെ ഒരമ്പലം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴാനൊന്നും പോയില്ല, ഇവിടെ അകലെ നിന്നിട്ടാണ് ഞാൻ എടുത്തത്. അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ സ്ഥലം കൂടിയാണ്. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകളും വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു ബസ് ഞങ്ങളുടെയാണ്. അതേ നമ്മുടെ ബസ്സും ഇവിടെ ഒതുക്കി ഒരു സൈഡിൽ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെയാണ് നമ്മൾ ഹോം സ്റ്റേ. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് ഇവിടെ വന്ന് നേരം വെളുത്തപ്പോൾ നല്ല മൂടമഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. വണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ വണ്ടി തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷൊക്കെ ആയി വരണുള്ളൂ. അപ്പോൾ കാലത്തത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി ചട്നി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് നമ്മൾ ഇവിടെ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടാണ്. അപ്പോൾ അവരുണ്ടാക്കിയേക്കുന്നത് വീട്ടിലേക്കും കഴിഞ്ഞു. അപ്പോൾ അതൊന്നും കാണിക്കാതെ കാരണം പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആള്, ടൂറ് ബുക്ക് ചെയ്ത ആള്. ഷിജിത്ത് ഒരു ഹായ് പറഞ്ഞു. ആളാണ് നമുക്കിത് ഈ ടൂർ നമ്മുടെ ഇത്ര ഭംഗിയാക്കി തരാനും നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഇവരെ കൂടെ യാത്ര ചെയ്യാനുള്ളത് സൗകര്യമൊക്കെ ഉണ്ടാക്കി തന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടുതലുള്ള ട്രിപ്പ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നു? അപ്പൊ ഇനി ഞങ്ങൾ വിളിക്കില്ലേ? ഇനി ഞങ്ങളെ തന്നെ വിളിക്കില്ലേ? അപ്പൊ എല്ലാവർക്കും അടിപൊളി അല്ലായിരുന്നേ? അത് മതി. അപ്പൊ ഇനി നിങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്. ഞാൻ ലേഡി ആയിട്ട് വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് വല്ല പ്രശ്നങ്ങളാ ബുദ്ധിമുട്ടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടാ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം നമുക്ക് നാളെ വീണ്ടും എനിക്കൊരു ട്രിപ്പ് പോകണം.
ഇല്ലില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ മൊത്തത്തില് ഞങ്ങളെ കുറിച്ച് പറയാൻ മൊത്തത്തിൽ ഞങ്ങൾ മോശമുള്ള ആൾക്കാരില്ലേ ഒന്നോ രണ്ടാളോ അതും സാധാരണ നോക്കണ്ട അത് പറയേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഇതില് അല്ല എന്നാലും നമുക്ക് ചിലവർക്ക് നമ്മളെ ലേഡിയാണ് കൂടെ വരണേന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ട് വിഷമങ്ങളാ ഞങ്ങൾ ആദ്യമേ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞായിരുന്നു ആ ചേച്ചി വേണ്ട ഞങ്ങൾ ഡ്രൈവേഴ്സ് ആണ് എല്ലാവരും ഹെവി വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങള് മൊത്തത്തില് ഓട്ടോ ഡ്രൈവേഴ്സിനാണ് ഈ യൂണിയൻ ഓട്ടോ ഡ്രൈവേഴ്സിനെയാണ് ഞങ്ങൾ ഇത് പണ്ട് അതില് എല്ലാവരും ഹെവി വണ്ടി ഓടിക്കുന്നവരുണ്ട് ടോർസ് ഓടിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഡ്രൈവേഴ്സ് ടോർസ് ഓടിക്കുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് പണ്ടല്ലേ ഞങ്ങൾ ഫണ്ട് ഞങ്ങൾ അല്ല അതല്ല എന്റെ ചോദ്യം ഞാൻ വന്നപ്പോ നിങ്ങൾക്ക് എന്നെ ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് ഒരു കുഴപ്പമില്ല ഫുൾ സഹകരണം ഉണ്ടായി അത് മതി അപ്പൊ കാരണം ഞങ്ങൾക്ക് ഇനി ട്രിപ്പ് പോകുമ്പോ ഇതുപോലെ ആൾക്കാർ വരും അപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ട് പറയുമ്പോ നമുക്കതൊരു ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ടാണ് സാധാരണ എൻജോയ് ചെയ്യണ പോലെ എനിക്ക് എന്റെ ബുദ്ധിമുട്ടില്ല ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങളെ പോലുള്ള ആൾക്കാര് കടന്നു വരണം നിങ്ങളെ പോലുള്ള ആൾക്കാര് മൊത്തം കടന്നു വരണം അതാണ് നമുക്ക് പറയുന്നത് അപ്പൊ താങ്ക് യു എല്ലാവരോടും ഒന്നും കൂടി അപ്പൊ നിങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ ഒന്നും കൂടി പ്രതീക്ഷിക്കും ഫാമിലി ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം കൂടി നമ്മള് അടിച്ചു പൊളിക്കും നിങ്ങളെ പോലുള്ള ചേച്ചിമാര് ഓക്കെ നമ്മുടെ അച്ഛന്റെ ഫുഡിൽ എന്തെങ്കിലും ഇല്ല ഒരു കുഴപ്പമുണ്ടായില്ല എനിക്ക് സഹായിക്കാൻ പറ്റാത്ത പോലുള്ള ചേച്ചിമാര് കടന്നു വരണം ഇതാണ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രാഞ്ചേട്ടൻ എന്ന് പറഞ്ഞാൽ പ്രാഞ്ചേട്ടൻ കാലം കുറയുള്ള പ്രാഞ്ചേട്ടനാണ് പ്രാഞ്ചേട്ടൻ കുറേ പണ്ട് ഞങ്ങളുടെ പ്രാഞ്ചി എന്നുള്ള പേര് തൃശ്ശൂരില് ഏറ്റവും പ്രൈമത്താണ് പേരാണ് അതെ ഇതിലിപ്പോ ഞാനൊരു പല ആൾക്കാരും ഇപ്പൊ ഇതിൽ നിലവില് ഓഫീസ് ഓടിക്കുന്ന ആൾക്കാരല്ല പല ഫീൽഡില് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും എല്ലാവരും കൂടിയിട്ട് ഇവൻ എൻജോയ് അതാണ് വേണ്ടത് ഫണ്ട് നിലനിൽക്കണം അതുകൊണ്ട് നമുക്ക് ഇനിയും ഞങ്ങൾ ഈ ഫണ്ട് ഇതേപോലെ നിലനിർത്തട്ടെ നിങ്ങളുടെ ഓട്ടം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ തന്നെയായിരിക്കും വീണ്ടും വരാം കൂടെ അപ്പൊ അത് ഫാമിലി ട്രിപ്പ് ആവട്ടെ ഒരു ഫാമിലി ട്രിപ്പും അപ്പൊ അപ്പോഴും ഞാനുണ്ടാവും ഇതില് അപ്പൊ ശരി എന്നാ എല്ലാവരോടും താങ്ക് യു ബൈ അപ്പൊ ഈ ചേട്ടന്റെ പേരെന്നിട്ടാ സന്തോഷ് അജു എല്ലാവരും പോയി പറഞ്ഞ ഓട്ടോ ഡ്രൈവർമാരാണ് എല്ലാവരും പാരമത്താണ് കേട്ടോ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ട്രിപ്പ് നമുക്ക് വളരെ സന്തോഷമായി നമുക്ക് അതുപോലെ നമ്മുടെ കസ്റ്റമർ എല്ലാവരും നല്ല ഹാപ്പിയായി അപ്പൊ ഞങ്ങള് ഞാൻ സന്തോഷം പജമില്ല ഉള്ളത് അപ്പൊ ഞാനൊരു വനിത ലേഡി വന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അത് പറയട്ടോ എന്താന്ന് പറഞ്ഞു അതായത് ഞാൻ ഒരു വനിതാ ലേഡി ക്ലീനർ ആയിട്ടാണല്ലോ ബസ്സിൽ വന്നിട്ടുണ്ട് ലേഡിയാ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് അത്രയ്ക്കും ഉഷാറാണ് കാരണം ലേഡികൾ രംഗത്തേക്ക് വരണല്ലോ പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തും എന്റെ വൈഫിനെ കൂടെ കൊണ്ടു നടക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അങ്ങനത്തെ നല്ല വാക്കുകൾ വേണ്ട കാരണം നമുക്ക് ആളുകൾക്ക് എത്തിക്കണം വീട്ടില് സ്ത്രീകൾ ഇരിക്കാണല്ലോ നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോകാം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ജോലിയായിട്ട് പോകാൻ പറ്റില്ലോ സന്തോഷം ഹാപ്പിയല്ലേ പിന്നെ നമുക്ക് പരമാവധി കിട്ടാവുന്ന എല്ലാം ഞാൻ വിളിച്ചു തരും ഇപ്പൊ ഇന്ന് തന്നെ ഒരെണ്ണം ശരിയാക്കുന്നില്ലേ തീർച്ചയായും അതേപോലെ ഇനിയും കിട്ടും അപ്പൊ എല്ലാവരും ഹാപ്പിയാണ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു അടുത്തൊരു പരിപാടി കൂടെ കഴിച്ചിരുന്ന ഭക്ഷണം കട്ട പരിശ്രമത്തിലാണ് ആ പാടത്തായിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ അനിയൻ ജിനീഷ് പാടും നമ്മളിപ്പോ വന്നേക്കണത് രാമക്കൽമേട് നിന്ന് നമ്മൾ പോകുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ പോന്നു കഴിഞ്ഞിട്ട് കാറ്റാടിപ്പാടം കാണാൻ വന്നേക്കണം അപ്പോൾ നമ്മൾ ഭീമം കാറ്റാടിയുടെ മുന്നിലാണ് നിൽക്കണത് ഇവിടെ ഇത് മാത്രത്തെ അല്ല കുറച്ചധികം ഉണ്ട് അതുകൊണ്ടാണ് നിൽക്കും ഇവിടെ കാറ്റാടിപ്പാടം എന്ന് പേര് വന്നേക്കുന്നത്
അപ്പോൾ ഇതിൽ 2-3 അങ്ങനെ തിരിയണുള്ളൂ, ബാക്കിയൊന്നും തിരിഞ്ഞുകൊണ്ടിരിക്കണില്ല. പിന്നെ നമ്മളിത് ഇവിടെയും അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ സൂമാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ എപ്പോഴും അകലെ നിന്നിട്ടല്ലേ നമ്മുടെ കാറ്റാടി കാണാറ്. അപ്പോൾ ഇത് ഇത്ര തൊട്ട് അടുത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ കാറ്റാടി കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊന്നും നിങ്ങളൊന്ന് നോക്കി നോക്ക്, എവിടെ നിൽക്കണമെന്ന് നോക്കി നോക്കി. അപ്പോൾ നമുക്കത് കറക്റ്റ് ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇതാണ് ഈ ഒരു കാറ്റാടിയുടെ വലിപ്പം. ഇത് നമ്മുടെ അടുത്തും തന്നെ വേറെ ഉണ്ട് കേട്ടോ കാറ്റാടി. അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു വ്യൂ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനും ഓരോ കാര്യത്തിന് നിൽക്കാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാറ്റാടി തന്നെയല്ല മൊത്തത്തിലുണ്ട്, നല്ലൊരു മഞ്ഞ് മൂടി കിടക്കാണ് കേട്ടോ. നല്ലൊരു കാണാനൊരു നല്ലൊരു സുന്ദരമായ സ്ഥലമാണ്. നമ്മളിവിടെ വണ്ടി ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയേക്കാട്ടോ. അപ്പോൾ ഇതുവരെയ്ക്ക് നമ്മൾ ഹോട്ടൽ ഫുഡല്ല കഴിച്ചേക്കണത്, ഇവരെ തന്നെയാണ് നമ്മൾ നമുക്ക് ഭക്ഷണമൊക്കെ വെച്ചത്. ഇന്നലെ കാലത്ത് തൊട്ടുള്ളത്, ഇന്നലെ കാലത്ത് ഉച്ചയ്ക്ക് രാത്രി ഇന്ന് ഉച്ചയ്ക്കും ഇന്ന് കാലത്തുള്ളതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയത്. നമ്മൾ പുറമേ നിന്നൊന്നും ഭക്ഷണം മേടിച്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മളെ തിരിച്ച് പോകണം കേട്ടോ തേക്കടിയിൽ നിന്ന്. ഭക്ഷണം കഴിച്ചത് കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങി പോണത് പരുന്തുംപാറ കാണാനുണ്ട്. അപ്പോൾ നമ്മളെ പോണത് വണ്ടി ഓടിക്കുന്നത് വയ്യാണ്ടയ്യാ. നമ്മുടെ കൂടെ വന്നവരെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാതിരിക്കുക, ഓരോരുത്തർ കിടന്നുറങ്ങി തുടങ്ങി. അപ്പോൾ ആൾക്കാർ ഫോൺ നോക്കിയിരിക്കുന്നത്. പ്രാഞ്ചെണ്ണൊക്കെ നല്ല ഉറക്കാം. ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് ഇതൊക്കെ വെട്ടാറാണല്ലോ അല്ലേ? ഇപ്പറത്തെ ലെഫ്റ്റ് സൈഡത്തെ തേയിലത്തോട്ടം, വെള്ളച്ചാട്ടം, കാട്ടുപോത്ത്, സ്കൂളുണ്ട് അവിടെ. സ്കൂൾ ബസ് എടുക്കണല്ലോ, സ്കൂളൊക്കെ ഉണ്ടല്ലേ, സ്കൂൾ ബസ് എടുക്കുന്നുണ്ട്. നിങ്ങളെ സ്ഥലങ്ങളോട് ഓരോ സ്ഥലത്ത് ചാടി ചാടി വന്നിട്ട് ഇവിടെ വന്നിട്ട് മഞ്ഞ് ഓണമഞ്ഞ് ഇറങ്ങിയിട്ടാ ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയില് ഞാനത് പൊക്കം കാണിച്ചു. പരുന്തുംപാറയാണ്. അപ്പൊ ഞങ്ങള് മഴ പെയ്തു, ഓണമഞ്ഞ് കാണാൻ വന്നത്. അപ്പോഴേക്കും മഴ വന്ന് വണ്ടിയിൽ തിരിച്ച് കയറാൻ പോണം. ഇവിടെ മഴ മഞ്ഞ് സൂപ്പർ. വേണ്ട അത്യാവശ്യം മഞ്ഞുകൊണ്ട് മഴ കിട്ടോ. മഴ അടക്കം ഞാൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എൻജോയ് ചെയ്യാണ്, ശരിക്കും എൻജോയ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയേക്കാം ചായ കുടിക്കാനും അത്യാവശ്യം മറ്റേ കായ വറുത്തത് അങ്ങനെ ചിപ്സും ചോക്ലേറ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ കടയിലാണ് കൊണ്ട് നിർത്തിയത് നമ്മളിട്ടാ. ഇവിടെ വന്നേക്കുന്നത് പരുന്തുംപാറയിലാണ്. നമ്മുടെ ടീമാണ് ഇവര് ഞങ്ങളുടെ കൂടെ വന്നേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.